ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് നൈറ്റിയുടെയാണ്. 3 പീസ് നൈറ്റി. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 57 ഇഞ്ചാണ്. ഫുൾ ലെങ്ത്ത് ജസ്റ്റ് 40-42 കൂടുതലായിട്ട് വരും. കുറച്ച് തടിയുള്ള ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നമ്മൾ നെക്കിൻ്റെ ഡിസ്റ്റൻസ് 3.25 എടുത്തിരിക്കുന്നത്. ഇവിടെ ഷോൾഡർ 5.5, കുറച്ച് തടിയുള്ളത് കൊണ്ടാണ് 5.5 എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 4-4.5 എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴേക്ക് 8 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇവിടെ കൈയിൻ്റെ സ്ലീവിന് നമ്മൾ പിന്നെ ഇതിനേക്കാളും കുറച്ച് 1/2 ഇഞ്ച് കൂടുതലായിട്ട് കയ്യിന് എടുക്കുന്നത്. അപ്പോൾ 8.5 ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഇറക്കാണ് ഇത്. ആം ഹോളിന് എത്രയാണ് ഇറക്കമെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. പിന്നെ കൈയിൻ്റെ ഇവിടുത്തെ വണ്ണത്തിന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 9.5 ആവശ്യം. 1/2 ഇഞ്ച് കൂടുതൽ കൂട്ടിയിട്ട് സ്ലീവ് അലവൻസ് കൂട്ടിയിട്ട് 9.5 എടുത്തു. എന്നിട്ട് ഇതും ഇങ്ങനെ ജോയിൻ ചെയ്ത് ഈ കയ്യിൻ്റെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഭാഗം വരെയും ഇതാണ് കയ്യിനുള്ളത്. നമ്മൾ ഈ ബോഡിയും കൈയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ കൺഫ്യൂഷനായി തോന്നുന്നത്. ഇവിടെ ബോഡി, ഇത് കൈ, ഇത് നമ്മൾക്ക് എക്സ്ട്രാ തുണിയാണ്, കൂടുതലുള്ളതാണ് ഈ ഭാഗം. ഇവിടം വരെയാണ് നമ്മൾക്ക് ഷോൾഡറും നെക്കിൻ്റെയും കൂടെ വരുന്ന അളവ് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൈ നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ കൈയിന് നമുക്ക് എത്ര വേണോ, എനിക്കിതിൽ കുറച്ചധികം കൂടുതൽ തുണിയുള്ളത് കൊണ്ട് കൈയിറക്കം കുറച്ച് കൂട്ടാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് കൈയിൻ്റെ അളവെടുത്തിരിക്കുന്നതെന്ന്? ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ കൈയിൻ്റെ നീളം, ഇത് വീതി, ഇത് കൈക്കുഴിയുടെ ഭാഗമാണ്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്, ബോഡിയും കൈയും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് ഭാഗമാണ് ഇത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു. പിന്നെ ബോഡി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് എടുത്തു. 10-10.5 എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. 10.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ബോഡി കട്ട് ചെയ്യുന്നത് ഈ ലൈനിൽ കൂടെ സ്ട്രൈറ്റായിട്ട് ഒരു വര വരയ്ക്കുക. ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണം ഈ ലൈന് പോകാൻ. അങ്ങനെ ഈ ലൈനിൽ കൂടെ ഇങ്ങനെ വരച്ചു. ഇതിൽ നിന്ന് 1.5 ഇഞ്ച് താഴോട്ട് ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് ഈ അളവ് എത്രയാണോ അത്ര അളവ്, എനിക്ക് കിട്ടിയത് 6.5 ആണ്. 6.5 ഇഞ്ച് ഇങ്ങോട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു. ഇതാണ് നമ്മുടെ ബോഡി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ബോഡി. ഇത് കൈ, ഇത് നെക്കിൻ്റെ ഭാഗം, ഇത് ഷോൾഡറിൻ്റെ ഭാഗം. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്താൽ കൈ വേറെ ബോഡി വേറെ. ഇത് നമുക്ക് നെക്ക് ഷോൾഡറുള്ള ഭാഗമാണ്. ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്താൽ കിട്ടുന്നത്. ഇനി നമുക്ക് കിട്ടിയ ഈ കൈയിൻ്റെ ഈ ആം ഹോൾ വരുന്ന ഈ ഭാഗവും കറക്റ്റാണോ എന്നൊന്ന് വെച്ച് നോക്കണം. നോക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം, പോയിൻ്റ് ചെയ്യാം. 4 ഭാഗം കൂടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് പോയിൻ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ ഒന്ന് ചെറിയൊരു നോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാർട്ടില്ലേ അത് ഇനി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ നമ്മൾ ഈ കൈയിന് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൽ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച്, 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറച്ച് വ്യത്യാസം വേണം. ഇവിടെ ഈ അളവിന് ഇതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ.
ഇതിനെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വര കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കൂടെ സെപ്പറേറ്റ് ആക്കാം. ഇത് ബാക്കാണ്, ഇത് ഫ്രണ്ട് ഭാഗം. ഈ ഫ്രണ്ട് യോക്ക് പാർട്ടാണ് ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നെക്കിൻ്റെ അതേ ഡിസ്റ്റൻസിൽ നമ്മൾ സ്ക്വയറായിട്ട് നമ്മൾ ആദ്യം വരച്ചു. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് മുകളിലേക്ക്, ഈ പോയിൻ്റ് മുകളിലേക്ക് 1 ഇഞ്ച് എടുത്തു. 1 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത്, ഏത് ഷേപ്പ് വേണമെങ്കിലും വി പോലെയോ യു പോലെയൊക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കർവ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക താഴോട്ട്. ഇനി നമുക്ക് ഈ കർവിൽ നിന്ന് ഇവിടെ നിന്ന് താഴോട്ടുള്ള അളവ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഈ അതേ ഷേപ്പ് നമുക്ക് ഇവിടെ എത്രയാണോ നോക്കാം. ഇതിൽ നിന്ന് താഴോട്ട് 4.5 എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ 4.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ ഇങ്ങനെ 4.5 ഇഞ്ച് എടുത്തിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ടൈപ്പിൽ വെച്ചിട്ട് 4.5 ഇഞ്ച് പോയിൻ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഇങ്ങനെ 4.5 ഇഞ്ച്, അങ്ങനെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്തു. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഇതിലെ ഇങ്ങനെ സ്ട്രൈറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റായിട്ട് ഈ കോർണർ വരെ ഒരു വര വരച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം, ഇതിലും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു പീസ് വെച്ചിട്ടുണ്ട്, ഈ ബ്ലൂ പീസ്. പക്ഷേ എൻ്റെ കസ്റ്റമർക്ക് ഇത് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് വെച്ചിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഈ കളറ് വെക്കണമെങ്കിൽ വെക്കാം. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലൂ കളറ് ബാക്കിൽ വെച്ചിരിക്കുന്നത്. ഇതേ സെയിം അളവിൽ തന്നെ ഇതും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നെക്കിൻ്റെ പീസാണ് മുകളിലുള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത് ഷേപ്പ്. പിന്നെ ഇത് സൈഡിലേക്ക് വെക്കുന്ന ഷേപ്പ്. ഇതുപോലെയാണ് ഫ്രണ്ട് യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് സെൻറ്റർ ഭാഗം. അതിൽ ഇതുപോലത്തെ പീസ് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ സെയിം തുണി എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതിൽ രണ്ട് പീസുണ്ട്, ഇതിലും 2 പീസുണ്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കാം. എന്നിട്ട് ഇതും കൂടെ ഇതിൽ ജോയിൻ ചെയ്യും. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. പിന്നെ നെക്ക് ഡിസ്റ്റൻസ് 3 ആണ് എടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ടും ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ബാക്കിലേക്ക് ക്രോസ് പീസ് വെക്കാനോ എന്തിനെങ്കിലും ഉപയോഗിക്കാം. ഇത് ശരിക്കും എൻ്റെ അടുത്തുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, കൂടുതൽ തുണിയുണ്ട്. മറ്റേ നൈറ്റി പീസാണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും തുണി. അതുകൊണ്ട് ഇങ്ങനത്തെ പീസുകളൊന്നും കളയാൻ പാടില്ല. അതിൽ നിന്ന് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റിച്ചിങ് ആയിട്ട്.